അപ്പനെ കണ്ടിട്ടുണ്ടോ, അപ്പനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഫാദർ ആണെന്ന് എന്റെ അമ്മ പറഞ്ഞില്ലേ എനിക്കറിയാം. മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞത്? ചിലർ വീഡിയോ പറഞ്ഞത് ഞാൻ അപ്പനെ കാണുന്നില്ല, അതുകൊണ്ട് ക്രോസ് ആണോ എന്ന് എനിക്ക് ക്രോസ് ആണോ ഒറിജിനൽ ആണെന്ന് പറയാൻ പറ്റും. ഞാൻ പൈസ മേടിക്കും സാമേ, അല്ലെങ്കിൽ ഈ കച്ചവടം ഞാൻ നിർത്തും. ഇവരുടെ കയ്യിൽ പൈസ മേടിച്ചിരിക്കും. തൻ്റെ ഡാറ്റയും പറയാം. അതിനുള്ള സംവിധാനം ഇന്ന് കേന്ദ്രത്തിലും കേരളത്തിലും നമുക്കുണ്ട്. അതിങ്ങൾ വീഡിയോയിൽ കട്ട് ചെയ്യാതെ വിടും. കാരണം എന്താന്ന് വെച്ചാല് ഇത്രയും രൂപ നമ്മളെ പറ്റിച്ചിട്ട് ഇമാര് ഇവിടെ വിലസുണ്ടാവും. എടുക്കുമ്പോ 10,000-2,000 കൂടുതലായാലും അത് അവർക്ക് ഗുണം ചെയ്യും. അതിന്റെ ലെങ്തും ഉണ്ടോ, കുട്ടിയുടെ ഷേപ്പ് കൊടുക്കുമ്പോ ഗുണം ചെയ്യും. ഷ്യാമിന്റെ ഒരു കാര്യം പറയാം. കഴിഞ്ഞ നമ്മുടെ ഷ്യാമിന്റെ വീഡിയോയിൽ പറഞ്ഞു ഒരു കമന്റ് തൊഴിലാളി അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഇതിൽ ഓവറെണ്ണം പോലും മുറയില്ലാന്ന് പറഞ്ഞു. ശരി, ഞാൻ അതിന് മറുപടി റിപ്ലൈ കൊടുത്ത് മുറയെ കാണാത്തവർക്ക് മുറയൊന്നും അറിയില്ല, ഇത് മുറയല്ലാന്ന് പറഞ്ഞാല് പിന്നെ ഫ്രീ കൊടുക്കും. അതെ, 235 കിലോ മുടക്ക് മുതലിന്റെ 4 മുതൽ 6 ഇരട്ടി വരെ മിനിമം കിട്ടുന്ന ഒരു കൃഷി രീതിയാണ് പോത്ത് വളർത്തൽ. നമ്മൾ സാധാരണ പാവങ്ങളുടെ ATM എന്ന് ആടിനെയാണ് പറയുന്നത്, എന്നാൽ ഇപ്പോൾ അത് മാറി നമ്മളെ പോത്തിനെ ആക്കി. നമുക്ക് ഏത് സമയത്ത് കൊടുത്താലും പോത്തിന് കാശ്. പക്ഷെ നിങ്ങൾ വളർത്തേണ്ട രീതിയിൽ വളർത്തണം. അതുപോലെ തന്നെ വിപണി കണ്ടെത്താനും നിങ്ങൾ നല്ല വിപണി കണ്ടെത്തണം. എന്നാൽ സമയത്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ പോത്തിൽ നിന്ന് ലാഭം കിട്ടത്തുള്ളൂ. നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മൂവാറ്റുപുഴയുള്ള ജോഷാന്റെ മേഡ് ഇൻ മുറ ഫാമിലാണ്. മാർച്ച് മാസത്തെ ലോഡ് എത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം വെറും 41 കുട്ടികളാണ് എത്തിയിരിക്കുന്നത്. മാർച്ച് മാസത്തെ ആദ്യത്തെ ലോഡാണ്. അപ്പോൾ ഈ ലോഡിന്റെ വിശേഷങ്ങളോടെ ജോഷാൻ നമുക്ക് പറഞ്ഞിരുന്നതായിരിക്കും. അജയ്, സാധാരണ നമുക്ക് 50-55 കുട്ടികൾ വരുന്നതാണ്. ഈ പ്രാവശ്യം 41 വന്നിട്ടുള്ളൂ. കാര്യം എന്താ? എനിക്ക് 50 വരാറില്ല, 51 വരാറില്ല. 51 വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളായിരിക്കും ക്ഷാമയെ. അതായത് ആദ്യം മനസ്സിലാക്കണം. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ ആരെങ്കിലും പറയുമായിരിക്കും, അതായത് ഒരു മുറയുടെ കുട്ടി അത് ഗൂഗിൾ സെർച്ച് ചെയ്യുക, 50-70 ഇടയ്ക്ക് ബോഡി വെയിറ്റ് ഉണ്ടാവും. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആന പ്രസവിച്ചാലേ ആനക്കുട്ടി ഉണ്ടാവുള്ളൂ. മുറ എന്ന് പറഞ്ഞാൽ ഹെവി ബുള്ളുകളിൽ ആയ എരുമകള്, അതിന് സെമൺ അവരുടെയൊക്കെ സെമൺ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് കരിയാന ഗവൺമെന്റ് പോളിസിയാണ്. മുറയുടെ